ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാനും അനിയനും കൂടെ ഇന്ന് ചിറ്റമ്മയുടെ വീട്ടിൽ പോവുകയാണ്. ചിറ്റമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ. വീട് കുത്തിയതോടാണ്, ചേർത്തല കഴിഞ്ഞാണ് വീട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം ചിറ്റമ്മനെ കാണാൻ പോവുകയാണ്. അപ്പോൾ പോകുമ്പോഴുള്ള വിശേഷങ്ങൾ കാണിക്കാം. അപ്പോൾ ഞങ്ങൾ ഫൈനലി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ചിറ്റമ്മേനെ കാണിച്ചു തരാം. എടി ഒരുങ്ങണ്ടടി. ഇവിടെ ഒരു പട്ടി. പട്ടീര് പട്ടിയെ പേടി. ആ പേടിയാ. ഞങ്ങക്ക് ഞങ്ങളുടെ പട്ടിനെ മാത്രം പേടിയില്ലതല്ലോ. ആ പട്ടിനെ പിടിച്ചു മാറ്റു. അനിയ അതിനെ വിളിച്ചു വെച്ച അനിയ. ചിറ്റമ്മേ, ഗൈസ്, ഇതാണ് എന്റെ ചിറ്റമ്മ. ആ പട്ടി എന്റെ മേത്ത് നോർത്ത് ചോടിക്കേറി. എന്റെ ചിറ്റമ്മ. ചിറ്റമ്മ, എന്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂസിനൊക്കെ ഒരു ഹായ് കൊടുത്തേ. എന്റെ വ്ലോഗാ, നോക്ക്. ഹായ് അച്ഛേ. ഓടിയാ എവിടെ? അനിയനെവിടെ? ഞങ്ങൾ ലോകകാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക അല്ലേ ചിറ്റമ്മ? ചിറ്റമ്മേനെ ഇങ്ങനെ മാലയൊന്നും ഇല്ലാതെ കാണണ ഭയങ്കര ഇതാ അല്ലേ ചിറ്റമ്മ? അല്ലെങ്കിൽ മാല വേണം. ഹായ് ഹായ് എല്ലാരും കണ്ടോ? ദൈവം, ഇതൊക്കെ നീ കാണിയേടി. ഹായ് പറഞ്ഞേ. ഹായ് ലക്കി, നീ ഹായ് പറഞ്ഞേ. ഗൈസ്, ഇത് ചിറ്റമ്മയുടെ ഒക്കെ പട്ടിയാണ്, പട്ടിക്കൂട്ടൻ. ലക്കിക്കൂട്ടൻ. ലക്കി ലക്കി. ഞാൻ പിന്നെ ഒരു കാര്യം, ഞാനും അനിയനും ഇവിടെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എത്തി. ചിറ്റമ്മ അവിടെ നിന്ന് ഏതാണ്ട് ഫോൺ ചെയ്യാണ്. ലച്ചുവും അനിയനും കൂടെ ഏതാണ്ട് വാങ്ങിക്കാൻ പോയി. അപ്പം ഞാൻ ഈ സമയത്തൊരു കാര്യം പറയാം. ഞാൻ അനിയാന്ന് വിളിക്കണ, ചേട്ടനെ അനിയാന്ന് വിളിക്കണ എല്ലാവർക്കും ഡൗട്ടുണ്ടാവും. അതെന്നെ അങ്ങനെ വിളിക്കണേന്ന് വെച്ചാൽ, എൻ്റെ ചേട്ടനെ ഞാൻ ഒരു 7ാം ക്ലാസ് വരെ അണ്ണായിനെ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്കിങ്ങനെ അണ്ണായിന്ന് വിളിക്കുമ്പോൾ അതൊരു തമിഴന്മാർ വിളിക്കും പോലെ അങ്ങനെ പലതും തോന്നി. കാരണം ഞാൻ എന്ത് ചെയ്തു, ചേട്ടൻ്റെ പേര് അജയ് എന്നാണ്. അപ്പം അജയ് നമുക്ക് തീർത്ത് വിളിക്കാൻ പറ്റില്ല, എത്രയും അതിനേക്കാൾ 4 വയസ്സിന് മൂത്തതാണ്. അപ്പം അതും വിളിക്കാൻ പറ്റത്തില്ല. പിന്നെ അനിയൻകുട്ടാന്നാണ് വീട്ടിൽ വിളിക്കണം, അതും നീട്ടി വിളിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ അനിയൻകുട്ടനിൽ കുട്ട കെട്ടികളായിട്ട് അനിയാന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അനിയാന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പം പിന്നെ ആ കുട്ട അനിയനെ കുട്ടാന്ന് വിളിക്കാൻ, എൻ്റെ അച്ഛന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ആ കുട്ടാന്ന് അനിയൻ വിളിക്കാൻ തുടങ്ങി. അതാണ് ഈ അനിയാന്ന് വിളിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സും കുറേ പേരൊക്കെ ചോദിച്ചു എന്താ ചേട്ടനൊക്കെ അറിയാം അനിയാന്ന് വിളിക്കണം. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം. അപ്പം അതാണ് അനിയാന്ന് വിളിക്കാനുള്ള കാരണം. പിന്നെ ഇതൊക്കെ എൻ്റെ അനിയത്തിയുടെ കലാവിരുന്നാണ്, ഈ പുറകിൽ കാണുന്ന മൊത്തം. ഞാൻ ഈ ലക്കിക്കൂട്ടൻ്റെ അടുത്ത് നിൽക്കുക. ലക്കി 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 ഡാ. അവൻ പേടിച്ച് നിൽക്കുവാണ് കണ്ടിട്ട്.
കണ്ടോ? ഞാൻ അനിയത്തിനെ കാണിച്ചില്ല, അവൾക്ക് നാണം വരെ. ഞാൻ അവൾ ഒരുങ്ങിയിട്ടില്ലെന്ന്. ഇനി ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഒരേ ഒരു അനിയത്തിയാണ്, കാണിച്ചു തരാം. അപ്പം ഇനിയുള്ള വീഡിയോ കണ്ട് പോര്. ഇനി പോര്. എനിക്കിത് യൂട്യൂബ് ഇടാനുള്ളതുകൊണ്ട് ഞാൻ എടുക്കും. അതെ, സവാള അരിഞ്ഞിരിക്കുകയാണ്. ഇത് ഫുള്ള് ഞാനാണ് അരിഞ്ഞു കൊടുത്തത്. കുറച്ച് അവളായിരുന്നു, കുറച്ച് ഞാനും. ഞാനാരാന്നറിയാമോ? ആരാ 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 ആരാ? അവളെ ചിറ്റമ്മ. അമ്മയുടെ അനിയത്തി. ഇതൊക്കെ പറഞ്ഞായിരുന്നു, ഇങ്ങോട്ട് പോന്നപ്പോ പറഞ്ഞായിരുന്നു. പേര് പറ. അതെ, ചിറ്റമ്മയുടെ കാല് വയ്യാണ്ടിരിക്കുവാണ്. കാലങ്ങൾ കാണിക്കണില്ല കേട്ടാ. കാല് കാണിക്കില്ല. പക്ഷെ ഒരു കാര്യം, എനിക്കിപ്പോ പനി ആയതുകൊണ്ട് ശബ്ദമൊക്കെ വല്ലാണ്ടിരിക്കുകയാണ്. ആ ബോഡിയൊക്കെ കാണിച്ച് നിൽക്കുകയാണ് അനിയൻകോട്ടെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ചൂണ്ട ഇടാൻ പോകുന്നു. അനിയന് ചൂണ്ട ഇടാനും എനിക്ക് വീഡിയോ എടുക്കാനും. സ്ലിംഗ് ഷോട്ട് അടിക്കാൻ പോകുവാണ്. സ്ലിംഗ് ഷോട്ട് അടിക്കാനും എനിക്ക് റീലെടുക്കാനും ഉണ്ട്. പിന്നെ അവിടെ അടിപൊളി സ്ഥലമാണ്. ഞാനും അനിയനും ലച്ചു, എവിടെ ലച്ചുവും കൂടെയാണ് പോകുന്നത്. ലച്ചു ഞാൻ കാണിച്ചത്. എനിക്ക് നീ വേണം വീഡിയോ എടുത്തു തരാം കേട്ടോ. ഇതാണ് എൻ്റെ അനിയത്തിക്കുട്ടി, ഒരേ ഒരു അനിയത്തി ലച്ചു. അപ്പം നമ്മൾ പോവാ. ഗൈസ് കണ്ടോ, അതിമനോഹരമായ സുന്ദര പ്രദേശം. ലച്ചു ഫ്രണ്ടിൽ നടപ്പുണ്ട്. അനിയൻ അവൾക്ക് അതെ സ്ലിംഗ് ഷോട്ടൊക്കെ വെച്ചേക്കണ ബാഗ് പിടിക്കാൻ കൊടുത്തു. അവളതും പിടിച്ചോണ്ട് നടക്കും. നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് പോണത്. ഗൈസ്, നമ്മൾ പോകുന്നത്, ഞാൻ കുറേ നാളോടെ വന്ന് നിന്നായിരുന്നു. അപ്പം ഞാനും ലച്ചും കൂടെ ഇവിടെ കുറേ സ്ഥലത്ത് കറങ്ങാൻ വന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ തോട്ടി മറിഞ്ഞ് വീഴുമ്പോഴത്തുള്ള കാറ്റായിരുന്നു. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അവിടെ ഇപ്പോൾ അത്ര കാറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു സ്ഥിതി വെച്ച്. ഇതിലും അടിപൊളിയായിരുന്നു. ഇവിടെ എനിക്ക് ഇപ്പോൾ താറാവൊക്കെ വളർത്തുമെന്ന് തോന്നുന്നു. അതാണ്. കുഴപ്പമില്ല, കാറ്റുണ്ടെന്ന് തോന്നുന്നു. അനിയൻ്റെ സ്ലിംഗ് ഷോട്ട് അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ലച്ചു ഇല്ല, അവിടെ മാറി നിൽപ്പുണ്ട്. അവൾക്ക് വീഡിയോ വരാൻ താല്പര്യം. അവൾ ഭയങ്കര നാണക്കാരിയാണ്. ഇത് ലച്ചുവിൻ്റെ ഡ്രസ്സാണ്. ഇതിൻ്റെ കണ്ടോ, ഇത് അവളുടെ ഡ്രസ്സ്. ഞാൻ ഇട്ടുകൊണ്ട് വന്നതിൻ്റെ വേറൊരു മോഡൽ. അപ്പോൾ ഗൈസ്, എനിക്ക് വീഡിയോ എടുക്കാൻ, റീലൊക്കെ എടുക്കാൻ വേണ്ടി ഈ ഫോണിൻ്റെ ക്യാമറയുടെ കാര്യം ഞാൻ പറഞ്ഞതല്ലേ, ഭയങ്കര മോശമാണ്. അപ്പം അവളുടെ ഫോണിൻ്റെ ക്യാമറ അടിപൊളിയാണ് കേട്ടോ. അവളത് എടുക്കാൻ പോയേക്കേ. എൻ്റെ ഫോണിൻ്റെ ക്യാമറ കൊള്ളത്തില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞില്ലായിരുന്നു. അവളതെടുക്കാൻ പോയേക്കേ. ഞങ്ങൾ അതിൻ്റെ അടുത്ത് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് കണ്ടോ. അവിടെയൊക്കെ നല്ല ഒഴുക്കുള്ള സ്ഥലമാണ് കണ്ടോ. ഒരു കാട്ടുപ്രദേശം എന്തും പറയാം. അനിയനില്ല, അവിടെ നടപ്പുണ്ട്. കാണാവോ എന്നറിയത്തില്ല, അത് അവിടെ എങ്ങാണ്ട് നടപ്പുണ്ട്. ഞാനെന്തായാലും അവൾ വന്നവരെ അവളിലേ പോകണേ ഉള്ളു. അപ്പോൾ അവൾ വന്നവരെ ഞാൻ ഇവിടെ നിൽക്കാൻ പോവാം. ഗൈസ്, ഞാനിവിടെ നിന്ന് ചുമ്മാ പോസ്റ്റ് അടിച്ച് നിന്നപ്പോൾ ഒരു ചെടി കണ്ട്. അതിൻ്റെ ഇല കാണണം കേട്ടോ, നല്ല രസം. എന്താ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇത് കണ്ടോ, ഇപ്പം എന്താ പറയണേ, ഈ മുള്ള് പോലത്തെ ഇല. മുള്ള് പോലത്തെ ഇലയല്ല ഗൈസ്, മുള്ളാണ് അവത്തേൽ. ഞാൻ കാണിച്ചു തരാം, പറ്റുമെന്നറിയത്തില്ല. അതിനകത്ത് മുള്ളുണ്ട്. ഈ ബാഗും അതിൻ്റെ അകത്ത് മുള്ളാണ്, അതുകൊണ്ട് പറിക്കാനും പറ്റുന്നില്ല. വേണ്ട, ഇതാണല്ല, ഇത് കണ്ട ഇവിടെ കുറേ ഉണ്ട് അങ്ങനെ. ഇതൊക്കെ ആയാലേ, പക്ഷേ മുള്ള് പോലത്തെ ഇല, മുള്ള് പോലത്തെ ഇലയാണെങ്കിലും
വെത്തി നിറച്ച് മുള്ളാണ്. കൈ പോയി വയസ്സ്. ലച്ചുതേ ഫോണും കൊണ്ട് വരുന്നുണ്ടോളൂ അവിടെ നിന്ന്. എന്നാൽ ഇതെൻ്റെ കൈ മൊത്തം പോയി. കണ്ട കൊള്ളാല്. അവിടെ 2 പേര് നടക്കണമല്ലോ. വെയിലാണെങ്കിൽ ആ വെയിലങ്ങോട്ട് അറിയണില്ലല്ലേ. ഏതോ ഒരു കാട്ടിലേക്കാണ് ചൂണ്ടയിടാൻ വേണ്ടി പോണത്. ഫുള്ള് കാട്ടിൽ. ആൾക്കാരൊക്കെ രാത്രികാലങ്ങളിൽ വരുന്ന സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നണത്. ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ ഈ മക്കൾ ഏത് കാട്ടിൽ കയറി കാണുക. വീഡിയോ എടുത്ത് നന്നായി കടലിൽ. അയ്യോ വഴി മറന്നു പോകുക. എവിടെയോ എത്തിച്ചേർന്നു. നമ്മുടെ വീടിൻ്റെ അവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇത്ര അല്ല, നമ്മുടെ ആറിൻ്റെ അവിടെ ആയിട്ട്. ചൂണ്ടയുടെ കട്ട് ചെയ്തു. തട്ടിക്കൂറ്റു നാണം വന്നു. വീടെടുത്തുണ്ടല്ലോ അല്ലേ? നാണം വന്നു. സുന്ദരോ ഇതമേ. അയ്യോ സെൽഫി അല്ലല്ലേ ഇത്. ഞങ്ങളൊന്ന് കുളിരാൻ വേണ്ടി കാല് വെള്ളത്തിൽ ഇട്ടുകൊണ്ടിരിക്കുവാണ് ഗൈസ്. അവളോടെ കിടന്നുകൊണ്ടൊക്കെ റീലെടുത്ത് ഇങ്ങനെ ചരിച്ച് കാണിച്ചേ. റീലെടുത്ത് പക്ഷെ അത് ശരിയായിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഇനി എടുക്കാനൊരു മൂഡും ഇല്ലായിരുന്നു. ഇവിടെ ഒരു റീലെടുത്ത് നല്ലതാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. ഞങ്ങൾ ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ പോയിട്ട് ഒരു സാധനവും കിട്ടാതെ തിരിച്ചു പോന്നു. എനിക്കൊരു റീലെടുത്തു, പക്ഷെ അതും അത്ര വലുതായിട്ട് ശരിയായില്ല. പക്ഷേ ഞാൻ വിടൂല. പോണ വഴി ഞങ്ങൾ വീണ്ടും ഒരു സ്പോട്ട് ഞാൻ കണ്ടുവച്ചിട്ടാണ് പോകുന്നത്. അതെ, മീനിൻ്റെ ആക്ടിവിറ്റിയും കണ്ടതാണ്. അപ്പോൾ പോണ വഴി അവിടെ നിന്നെങ്കിലും ഒരെണ്ണം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പോൾ ഞങ്ങളിത് വീട്ടിലേക്ക്, ചിറ്റമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. ബൈ പറഞ്ഞേ. ബൈ ബൈ പറ. ബൈ പറ. ബൈ പറ. ബൈ ബൈ ബൈ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് പോകുവാണ്, വീട്ടിലേക്ക് തിരിച്ചു പോവുക. അപ്പോൾ ചിറ്റമ്മേ ബൈ. എവിടെ ചിറ്റമ്മ? ബൈ. അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.